Good morning. Today we can discuss McGregor's theory X and theory Y. Okay, അപ്പോൾ ഡോഗ്ലസ് McGregor in his book The Human Side of Enterprise, അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ് The Human Side of Enterprise. It was written in 1960. He he states that people inside the organization can be managed in two ways. അതായത് ഈ ബുക്കിൽ അദ്ദേഹം കൂടുതലായിട്ട് he examined individuals' behavior at work. From this he formulated two models of management. അതായത് രണ്ട് തരത്തിൽ ആളുകളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം കണ്ടെത്തിയത്. അതിൽ ഫസ്റ്റ് മോഡൽ ഇറ്റ് ഈസ് ബേസിക്കലി നെഗറ്റീവ് വിച്ച് ഫോൾസ് അണ്ടർ കാറ്റഗറി എക്സ്. മനസ്സിലായ ആ ലോവർ ലെവൽ നീഡ്സിലാണ് ശരിക്കും വരുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി പോസിറ്റീവ് വിച്ച് ഫോൾസ് അണ്ടർ കാറ്റഗറി വൈ. അതായത് കുറേ അസംഷൻസിൻ്റെ ബേസിസിലാണ് ഈ തിയറീസ് ഉണ്ടാക്കിയിട്ടുള്ളത്. മനസ്സിലായോ? അപ്പം ദീസ് തിയറീസ് ആർ ബേസ്ഡ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ ഇൻ മാനേജ്മെൻറ്റ്. ആളുകൾ എങ്ങനെയൊക്കെ ആളുകളെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സോ ഡ്യുവൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, അതായത് ആളുകളുടെ രണ്ട് മുഖങ്ങൾ എങ്ങനെയാണ് ഒരു വർക്ക് പ്ലേസിലുള്ളത് എന്നാണ് ഈ തിയറിയിൽ കൂടുതൽ പ്രതിപാദിക്കുന്നത്. സോ ഹി സജസ്റ്റഡ് ദാറ്റ് മാനേജ്മെൻറ്റ് കുഡ് യൂസ് ഈതർ സെറ്റ് ഓഫ് നീഡ്സ് ടു മോട്ടിവേറ്റ്. എക്സിൽ പറയുന്നത് എന്തൊക്കെയാണോ വൈയിൽ പറയുന്നത് എന്താണോ ആ രണ്ട് സെറ്റ് ഓഫ് നീഡ്സും, അതായത് രണ്ടും എന്താക്കാൻ ശ്രമിക്കണം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, രണ്ട് മോട്ടിവേഷണൽ ടെക്നിക്സും അപ്ലൈ ചെയ്യണം ഫോർ ദ സക്സസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അപ്പോൾ നമുക്ക് എന്താണ് തിയറി എക്സ്, തിയറി വൈൻ്റെ അസംഷൻ നോക്കാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞ്, അതായത് ഈ തിയറി എക്സ് ആണെങ്കിലും അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. സോ ഹി പ്രൊപ്പൗണ്ടഡ് ടു കോൺട്രാസ്റ്റിംഗ് തിയറീസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ which he called theory X and theory Y. So these theories contain two pairs of assumptions about human beings which McGregor thought were implied by the actions of autocratic and permissive managers. അതായത് തിയറി എക്സിൽ ഓട്ടോക്രാറ്റിക് ആണെങ്കിൽ തിയറി വൈയിൽ പെർമിസീവ് ആണ്. സോ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ, ഈ തിയറി എക്സ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. തിയറി എക്സ് ഇൻഡിക്കേറ്റ്സ് ദ ട്രഡീഷണൽ അപ്രോച്ച് ടു മാനേജറിയൽ മോട്ടിവേഷൻ ആൻഡ് കൺട്രോൾ. ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക ഓൾഡ് സ്റ്റീരിയോ ടൈപ്ഡ് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ മാനേജ്മെൻറ്റ് സ്റ്റൈൽ ഓഫ് മോട്ടിവേഷനാണ്. അത് എന്തിൻ്റെ ബേസിസിലാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സം അസംഷൻസ്. ദ അണ്ടർലൈങ് അസംഷൻസ് ഓഫ് ദിസ് തിയറി, അതായത് തിയറി എക്സ് ആർ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ആവറേജ് ഹ്യൂമൻ ബീയിങ്സ് ഇസ് ബേസിക്കലി ലേസി. അതായത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ എംപ്ലോയീസ് ആർ നാച്ചുറലി അൺമോട്ടിവേറ്റഡ് ആൻഡ് ഡിസ്ലൈക്ക് വർക്കിംഗ്. ആളുകൾക്ക് ജോലി ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ആൻഡ് ദിസ് എൻകറേജസ് എൻ അതോറിറ്റേറിയൻ സ്റ്റൈൽ ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ അവർ പണിയെടുക്കാതിരിക്കുന്ന സമയത്ത് മാനേജേഴ്സ് വടിയെടുത്ത് വയ്യാലെ നടക്കേണ്ടി വരും. മനസ്സിലായല്ലോ? സോ അക്കോർഡിംഗ് ടു ദിസ് വ്യൂ മാനേജ്മെൻറ്റ് മസ്റ്റ് ആക്റ്റീവ്ലി ഇൻ്റർവീൻ ടു ഗെറ്റ് തിങ്സ് ഡൺ. അപ്പോൾ അത്രയും മാനേജ്മെൻറ്റ് എഫിഷ്യൻ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. So it summarizes that workers need to be constantly watched and instructed what to do. എന്ത് ചെയ്യുക, അത് ചെയ്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ വയ്യാലെ തന്നെ നടക്കണം. കാരണം ആളുകൾക്ക് ജോലി ചെയ്യാൻ തയ്യാറല്ല, they are lazy. ആ ഒരു അസംഷനിലാണ് തിയറി എക്സ് വരുന്നത്. അപ്പോൾ തിയറി എക്സ് നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് തിയറി എക്സിൽ പറയുന്നത് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് തിയറി എക്സ് അസ്യൂംസ് ദാറ്റ് എംപ്ലോയീസ് ആർ നാച്ചുറലി അൺമോട്ടിവേറ്റഡ് ആൻഡ് ഡിസ്ലൈക്ക് വർക്കിംഗ് and this encourages an authoritarian style of management. അതായത് മാനേജ്മെൻറ്റ് മസ്റ്റ് ആക്റ്റീവ്ലി ഇൻ്റർവീൻ ടു ഗെറ്റ് തിങ്സ് ഡൺ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് അസംഷൻസ് എന്ന് വെച്ചാൽ, എംപ്ലോയീസ് ഡിസ്ലൈക്ക് വർക്കിംഗ്. മനസ്സിലായാലും അവർക്ക് പണിയെടുക്കാൻ ഇഷ്ടമില്ല. ആൻഡ് അവോയ്ഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് നീഡ് ടു ബി ഡയറക്റ്റഡ്. അവരെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല, അതുകൊണ്ട് എപ്പോഴും ഡയറക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ദെൻ ഹാവ് ടു ബി കൺട്രോൾഡ്, ഫോഴ്സ്ഡ് ആൻഡ് ത്രെറ്റൻ ടു ഡെലിവർ വാട്ട് ഇസ് നീഡഡ്. അപ്പം നമുക്കെന്താണോ ഓർഗനൈസേഷൻ എന്താണോ കിട്ടേണ്ടത് അത് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് നിന്ന് ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ വയ്യാലെ ഫോഴ്സ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നടക്കണം. ആൻഡ് നീഡ് ടു ബി സൂപ്പർവൈസ്ഡ് അറ്റ് എവറി സ്റ്റെപ്പ് വിത്ത് കൺട്രോൾ പുട്ട് ഇൻ പ്ലേസ്. ദെൻ നീഡ് ടു ബി എന്താ പറയുക, എൻറ്റൈസ് ടു പ്രൊഡ്യൂസ് റിസൾട്ട്സ്.
ഇവിടെ പറയുന്ന അങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക, അവരങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം റിസൾട്ട് കിട്ടാൻ വേണ്ടി. അതർവൈസ് ദേ ഹാവ് നോ ആംബിഷൻ ഓർ മോട്ടിവേഷൻ ടു വർക്ക് എന്നാണ് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ തിയറി എക്സിൻ്റെ അസംഷൻസ് ഇതാണ്. അതായത് ഈ ഒരു നെഗറ്റീവ് അസംഷൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ അണ്ടർലൈ ദ ട്രഡീഷണൽ മെക്കാനിസം ഓഫ് പീപ്പിൾ ആൻഡ് പ്രോസസ്സസ്. സോ ഈ ഒരു ഇതിൽ എന്താണെന്ന് വെച്ചാൽ ദ വേർഡ് സപ്പോസ് ടു ബി ഫുൾ ഓഫ് അൺസ്കിൽഡ് വർക്കേഴ്സ്, അങ്ങനെയുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് വേണം, അവരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം ഒരു സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ആവശ്യമാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് മിയർലി തിങ്സ് ഓഫ് കാറ്ററിങ് ടു ദിയർ ഫിസിക്കൽ ആൻഡ് സേഫ്റ്റി നീഡ്സ് വിത്ത് സം ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്, കീപ്പിംഗ് ദ ഇംപ്ലൈഡ് ത്രെറ്റ് ഓഫ് പണിഷ്മെൻറ്റ് ഹാൻഡി ഇൻ കേസ് ഓഫ് നീഡ്. അതായത് ഈ ഒരു ഇതിൽ നമ്മൾ ഈ തിയറി എക്സിൽ പറയുന്നത് ഈ ഓർഗനൈസേഷൻസിന് എന്ത് വേണം, ദ ടെൻ ടു ബി ടോപ്പ് ഹെവി വിത്ത് മാനേജേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് റിക്വയർഡ് അറ്റ് എവറി സ്റ്റെപ്പ് ടു കൺട്രോൾ വർക്കേഴ്സ്. അതായത് അവിടെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി പറ്റില്ല, കൺട്രോൾ എവിടെ തന്നെ ആയിരിക്കണം, കൺട്രോൾ റിമൈൻസ് സെൻട്രലൈസ്ഡ്. അതായത് ഡീസെൻട്രലൈസേഷൻ പോസിബിൾ അല്ല ഈ തിയറി എക്സ് ഓർഗനൈസേഷനാണ്. അങ്ങനത്തെ എംപ്ലോയീസ് ആണെങ്കിൽ ഒന്നും നടക്കില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. മനസ്സിലായി? അപ്പോൾ ഈ എക്സ് ടൈപ്പ് വർക്കേഴ്സ് എന്താ പറയുക, അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം ഇതാണ്. മെക്ഗ്രെഗർ റെക്കഗ്നൈസ് ദാറ്റ് എക്സ് ടൈപ്പ് വർക്കേഴ്സ് ആർ ഇൻ ഫാക്ട് യൂഷ്വലി ദ മൈനോറിറ്റി ആൻഡ് യെറ്റ് ഇൻ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റ് എന്ത് വേണം, എക്സ് തിയറി മാനേജ്മെൻറ്റ് മേ ബി റിക്വയർഡ് ആൻഡ് ക്യാൻ ബി അൺഅവോയ്ഡബിൾ. അപ്പം ഇവിടെ ഒരു ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച് ടു മോട്ടിവേഷൻ ഇസ് ഫോളോഡ്. അതായത് തിയറി എക്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സജസ്റ്റ് ദാറ്റ് ത്രെറ്റ്സ് ഓഫ് പണിഷ്മെൻറ്റ് ആൻഡ് സ്ട്രിക്റ്റ് കൺട്രോൾ ആർ ദ വേസ് ടു മാനേജ് പീപ്പിൾ. ആളുകളെ ഭീഷണിപ്പെടുത്തി ഒന്നുകിൽ അവരെ സാലറി കട്ട് ചെയ്യും അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ആളുകളെ എന്താക്കാൻ വേണ്ടിയിട്ട്, ഭീഷണിപ്പെടുത്തി വേണം അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഇറ്റ് വാസ് പ്രാക്ടീസ് ഡ്യൂറിങ് ദ ഡേയ്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്രോച്ച് ഗെയിൻ പ്രോമിനൻസ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ് വെയർ ട്രീറ്റഡ് ലൈക്ക് മെഷീൻസ്. മനസ്സിലായി? അപ്പോൾ ഈ എന്താ പറയുക, ഓൾ ദീസ് അസംഷൻസ് ആർ ചാലഞ്ച്ഡ് ബൈ ഹ്യൂമൻ റിലേഷൻസ് ഇൻ ദിയർ ഹോത്തോൺ സ്റ്റഡീസ്. നമ്മൾ പഠിച്ചതാണല്ലോ ഹോത്തോൺ സ്റ്റഡീസ്. അപ്പം മെക്ഗ്രെഗർ ക്വസ്റ്റ്യൻഡ് ദ അസംഷൻ ഓഫ് തിയറി എക്സ് വിച്ച് ഫോളോഡ് കാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച് ടു മോട്ടിവേഷൻ ഓഫ് പീപ്പിൾ ആൻഡ് സജസ്റ്റഡ് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് ലീഡ്. ഈ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? അതായത് മൊയലിനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ക്യാരറ്റ് കാണിച്ചു കൊടുത്തിട്ട് മൊയലിനെ നമ്മളടുത്തേക്ക് അടുപ്പിക്കുക, അതാണ് ക്യാരറ്റ്. അല്ലെങ്കിൽ വടിയെടുത്തിട്ട് വേണമെങ്കിൽ പഠിപ്പിക്കാം. അപ്പോൾ ഈ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അവരെ സോപ്പിട്ട് പിടിക്കുക, അതാണ് ക്യാരറ്റ് കൊടുത്ത് പിടിക്കുക എന്ന് പറയുന്നത്. സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വടിയെടുത്ത് അടിച്ചിട്ട് ചെയ്യാം. അപ്പം ഈ ഒരു അപ്രോച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് തിയറി മോട്ടിവേഷൻ വിച്ച് ഗോസ് അലോങ് വിത്ത് തിയറി എക്സ് വർക്ക്സ് റീസണബിളി വെൽ അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസസ് എന്നാണ് പറയുന്നത്. അതായത് ദ മീൻസ് ഫോർ സാറ്റിസ്ഫൈയിങ് മാൻസ് ഫിസിയോളജിക്കൽ ആൻഡ് സേഫ്റ്റി നീഡ്സ് ക്യാൻ ബി പ്രൊവൈഡഡ് ഓർ വിത്ത്ഹെൽഡ് ബൈ ദി മാനേജ്മെൻറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ബൈ ദീസ് മീൻസ് ദ ഇൻഡിവിജ്വൽ ക്യാൻ ബി കൺട്രോൾഡ് so long as he is struggling for subsistence. So man tend to live for bread alone when there is a little bread. But the carrot and stick theory does not work at all once the man has reached an adequate subsistence level and he is motivated primarily by higher needs. മനസ്സിലായല്ലോ? അപ്പോൾ തിയറി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു അസംഷനിലാണ് തിയറി എക്സ് നിൽക്കുന്നത്. ആളുകൾ മടിയന്മാരായിരിക്കും. അപ്പോൾ അവിടെ ഒരു ഓട്ടോക്രാറ്റിക് എന്താ പറയുക സ്റ്റൈൽ ഓഫ് മാനേജ്മെൻറ്റ്, അതോറിറ്റേറിയൻ സ്റ്റൈൽ ഓഫ് മാനേജ്മെൻറ്റ് അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ തിയറി വൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ തിരിച്ചിട്ട് തിയറി വൈൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം എന്താണ്, employees are happy to work and are self-motivated and creative and enjoy working with greater responsibility. ആളുകൾക്ക് ഇപ്പോൾ അവരൊന്നും ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണമെന്നൊന്നും ഇല്ല. അവർ ഇഷ്ടത്തോടു കൂടി ജോലി ചെയ്യുന്നവരായിരിക്കും. ആ ഒരു അസംഷനിലാട്ടോ തിയറി വൈ പോണത്. ആൻഡ് ഷോസ് ദാറ്റ് എ പാർട്ടിസിപ്പേഷൻ സ്റ്റൈൽ ഓഫ് മാനേജ്മെൻറ്റ് ദാറ്റ് ഇസ് ഡീസൻറ്റ്. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് ആളുകളെ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അവർ വർക്ക് ചെയ്തോളൂ. അപ്പോൾ അവിടെ ഡീസെൻട്രലൈസേഷൻ പോസിബിൾ ആണ്. ഒരു പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് മാനേജ്, അതായത് ലോവർ ലെവൽ എംപ്ലോയീസിനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ ദേ ടേക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് ആർ മോട്ടിവേറ്റഡ് ടു ഫുൾഫിൽ ദ ഗോൾസ് ദേ ആർ ഗിവൺ. അതേമാതിരി സീക്ക് ആൻഡ് ആക്സെപ്റ്റൻസ് റെസ്പോൺസിബിലിറ്റി, അവർ തിരഞ്ഞ് കണ്ടുപിടിച്ചോളും എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്ത് തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്നുള്ളത്. ആൻഡ് ഡു നോട്ട് നീഡ് മച്ച് ഡിറക്ഷൻ. വെരി കൺസിഡർ വർക്ക് ആസ് എ നാച്ചുറൽ പാർട്ട് ഓഫ് ലൈഫ് ആൻഡ് സോൾവ് വർക്ക് പ്രോബ്ലംസ് ഇമാജിനേറ്റീവ്ലി എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ തിയറി എക്സിൻ്റെ നേരെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഏത് വരുന്നത്, തിയറി വൈ.
മനസ്സിലായില്ല, നിങ്ങൾ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. തിയറി എക്സ് ആണെങ്കിൽ എംപ്ലോയീസ് ഇൻഹെറൻ്റ്ലി ഡു നോട്ട് ലൈക്ക് വർക്ക്. അതായത് എത്ര ആളുകൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുകൊണ്ട് അവർ മടിയന്മാരായിട്ട് അവിടെ ഇരുന്നോളും. ദെൻ അങ്ങനെയൊക്കെയാണ് അവിടെ പറയുന്നത്. നേരെ മറിച്ചിട്ട് ഈ തിയറി വൈയിൽ എന്താ പറയുന്നത്? പീപ്പിൾ ഡു എക്സസൈസ് സെൽഫ് കൺട്രോൾ ആൻഡ് സെൽഫ് ഡയറക്ഷൻ ഇഫ് ദേ ആർ കമ്മിറ്റഡ് ടു ഗോൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു തിയറി വൈൻ്റെ അസംഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ തിയറി വൈയിൽ ദിസ് മാനേജ്മെൻറ്റ് സ്റ്റൈൽസ് ടെൻസ് ടു ബി മോർ വൈഡ്ലി അപ്രോപ്രിയേറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഈ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ്, അതായത് ഇൻ വൈ ടൈപ്പ് ഓർഗനൈസേഷൻസ്, പീപ്പിൾ അറ്റ് ലോവർ ലെവൽസ് ഓഫ് ദി ഓർഗനൈസേഷൻ ആർ ഇൻവോൾവ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഹാവ് മോർ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഈ രണ്ട് തിയറിയും നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഈ തിയറി വൈയിൽ പറയുന്ന ഇറ്റ് അസ്യൂംസ് ദാറ്റ് ദ ബേസിക് പ്രോബ്ലം ഇൻ മോസ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ഇസ് ദാറ്റ് സെക്യൂറിങ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ് ടു ഓർഗനൈസേഷൻ. അവരൊന്ന് കമ്മിറ്റ് ചെയ്ത് കിട്ടിയാൽ മതി. അതായത് വർക്കേഴ്സ് കമ്മിറ്റ്മെൻറ്റ് ഇസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദിയർ നീഡ്സ്. So this theory places emphasis on satisfaction of the needs of the workers. It does not rely heavily on the use of authority as an instrument of command and control. അതേപോലെ it assumes that workers exercise self-control and self-direction in the direction of goals to which they feel themselves committed. But because of these reasons, we can say theory Y is realistic and frequently used at different levels in most of the organizations. അപ്പം ഈ തിയറി എക്സ് ആണെങ്കിലും വൈ ആണെങ്കിലും അതായത് ഇൻ സപ്പോർട്ട് ഓഫ് ദി അസംഷൻസ് എംബഡീഡ് ഇൻ തിയറി വൈ, മെക്ഗ്രെഗർ സൈറ്റഡ് എ ഫ്യൂ പ്രാക്ടീസസ് wherein the subordinates are given a freedom to direct their activities, to assume responsibility, and importantly to satisfy their egoistic needs. So these practices include decentralization and delegation, അതേപോലെ job enlargement, participation and consultative management, and management by objectives. അപ്പോൾ ഈ രണ്ട് തിയറിയും നോക്കുകയാണെങ്കിൽ തിയറി എക്സ് ആൻഡ് തിയറി വൈ റിലേറ്റ് ടു മാസ്ലോസ് ഹിയറാർക്കി ഓഫ് നീഡ്സ്. അതായത് ഇൻ ഹൗ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് മോട്ടിവേഷൻ ആർ മെയിൻ പ്രയോറിറ്റീസ് ഇൻ ദി വർക്ക് പ്ലേസ് in order to maximize output. But in relation to theory Y, organization is trying to create the most symbiotic relationship between the managers and workers, which relates to Maslow's need for self-actualization and esteem. For self-actualization issues relate to esteem when the manager is trying to promote each team member's self-esteem, confidence, achievement, happiness, respect of others and respect by others. അപ്പോൾ ഇവിടെ ഈ രണ്ട് തിയറീസും നോക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ, തിയറി എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് പീപ്പിൾ ആർ ബേസിക്കലി ലേസി അല്ലേ. നേരെ മറിച്ചിട്ട് വൈയിൽ പറയുന്നത് എന്താ? പീപ്പിൾ ലൈക്ക് വർക്ക് ആസ് ചിൽഡ്രൻ ലൈക്ക് പ്ലേ. കുട്ടികൾ കളി ഇഷ്ടപ്പെടുന്നത് പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്കേഴ്സിന് വർക്ക് ഇഷ്ടപ്പെടുന്നത്. അത്രയും ഇതായിട്ട് അവരെടുക്കുന്നത്. പിന്നെ തിയറി വൈയിലാണെങ്കിൽ പീപ്പിൾ ഡു നോട്ട് ടേക്ക് ഇനീഷ്യേറ്റീവ്, ദേ ലൈക്ക് ടു ബി ഡയറക്റ്റഡ്. നേരെ മറിച്ച് തിയറി വൈയിൽ പറയുന്നത് എന്താണ്? പീപ്പിൾ ലൈക്ക് ടു ടേക്ക് ഇനീഷ്യേറ്റീവ്, ദേ സീക്ക് സെൽഫ് ഡയറക്ഷൻ എന്നാണ് പറയുന്നത്. തിയറി എക്സിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പീപ്പിൾ അവോയ്ഡ് റെസ്പോൺസിബിലിറ്റി വെൻ എവർ പോസിബിൾ. അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനേ തയ്യാറാവില്ല. നേരെ മറിച്ച് തിയറി വൈയിൽ പറയുന്നത് എന്താ? പീപ്പിൾ അസ്യൂം റെസ്പോൺസിബിലിറ്റി ഗ്ലാഡ്ലി ഇഫ് കണ്ടീഷൻസ് ആർ ഫേവറബിൾ. ഇനി തിയറി വൈൻ്റെ എക്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഫോർ ഗെറ്റിംഗ് തിങ്സ് ഡൺ പീപ്പിൾ മസ്റ്റ് ബി സൂപ്പർവൈസ്ഡ് ക്ലോസ്ലി ആൻഡ് സ്ട്രിക്ട്ലി എന്ന് പറയുന്ന ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് ഇസ് ലൈക്ലി ടു ബി മോർ ഇഫക്റ്റീവ് ഇൻ ദാറ്റ് കേസ്. നേരെ മറിച്ചിട്ട് തിയറി വൈയിൽ പറയുന്ന പീപ്പിൾ ഡു നോട്ട് റിക്വയർ ക്ലോസ് ആൻഡ് സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ഫോർ പെർഫോമിംഗ് ദെയർ ജോബ്സ്. അവർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം നിറവേറ്റുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് ഇസ് ലൈക്ലി ടു ബി മോർ ഇഫക്റ്റീവ്. ദെൻ ഈ തിയറി എക്സ് അപ്ലൈ ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ആളുകളിലാണ് എന്നുള്ളതാണ്. ആപ്ലിക്കബിൾ ടു ഇലിറ്ററേറ്റ്, അൺസ്കിൽഡ് ആൻഡ് ലോവർ ലെവൽ workers. നേരെ മറിച്ച് തിയറി വൈ ഇസ് അപ്ലിക്കബിൾ ടു എഡ്യൂക്കേറ്റഡ് ആൻഡ് സ്കിൽഡ് എംപ്ലോയീസ് ഹു ഒക്യുപ്പൈ ഹയർ പൊസിഷൻസ് ഇൻ ദി ഓർഗനൈസേഷൻ. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഈ തിയറി എക്സിനെ പറയാം ഇറ്റ് ബിലീവ്സ് ഇൻ മെൻ്റൽ സിക്നെസ് ആൻഡ് സോ നെഗറ്റീവ് മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്. നേരെ മറിച്ച് തിയറി വൈ ബിലീവ്സ് ഇൻ മെൻ്റൽ ഹെൽത്ത് ആൻഡ് സോ പോസിറ്റീവ് ആൻഡ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്. അപ്പോൾ ഈ രണ്ട് തിയറി എടുക്കുന്ന സമയത്ത് ദീസ്
two theories, theory X and Y, represent two extremes to draw the fencing within which the organizational man is seen to behave. അതായത് നോ മാൻ വുഡ് ബിലോങ് കംപ്ലീറ്റ്ലി ടു ഈതർ തിയറി എക്സ് ഓർ തിയറി വൈ. ഹി പൊസസ് ദ ട്രേറ്റ്സ് ഓഫ് ബോത്ത് ഇൻ വേരിയിങ് ഡിഗ്രീസ് അണ്ടർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഒരാൾ എപ്പോഴും വർക്കിന് ഇഷ്ടപ്പെടുന്നു എന്ന്, അല്ലെങ്കിൽ എപ്പോഴും മടിയന്മാരായിരിക്കും എന്നും പറയാൻ പറ്റില്ല. മടിയന്മാരാവുമായിരിക്കും പിന്നെയും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ദീസ് തിയറീസ് ആർ ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഇൻ ഡിസൈനിങ് ദ ഇൻസെൻറ്റീവ് സ്കീംസ് ടു മോട്ടിവേറ്റ് ദി എംപ്ലോയീസ്. അതായത് നീദർ ഓഫ് ദ ടു തിയറീസ്, തിയറി എക്സ് ആണെങ്കിലും വൈ ആണെങ്കിലും, ഇറ്റ് ഈസ് ഫുള്ളി ആപ്ലിക്കബിൾ ഇൻ എന്താ പറയുക, ഇറ്റ് ഈസ് നോട്ട് ഫുള്ളി ആപ്ലിക്കബിൾ ഇൻ ഓൾ ദ സിറ്റുവേഷൻസ് ആൻഡ് ടു ഓൾ ടൈപ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. പക്ഷെ നമുക്ക് പറയാം തിയറി എക്സ് ഇസ് മോർ ആപ്ലിക്കബിൾ ടു ഏത് ടൈപ്പിനാണ്, അൺസ്കിൽഡ് ആൻഡ് അൺഎഡ്യൂക്കേറ്റഡ് ലോവർ ലെവൽ വർക്കേഴ്സ്, whereas theory Y is more applicable to skilled and educated employees who are mature enough and understand the responsibility. Therefore, management should use an amalgamation of both the theories to motivate the different kinds of employees at different levels of ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പം ഈ രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത്, ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ തന്നെയാണ് എന്നാലും ഒന്നും കൂടെ പറയാം. മോട്ടിവേഷൻ നോക്കുകയാണെങ്കിൽ തിയറി എക്സിൽ എന്താ പറയുന്നത്, പീപ്പിൾ ഡിസ്ലൈക്ക് വർക്ക്, ദേ വാണ്ട് ടു അവോയ്ഡ് ഇറ്റ് ആൻഡ് ദേ ഡു നോട്ട് വാണ്ട് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. തിയറി വൈ അസ്യൂംസ് ദാറ്റ് പീപ്പിൾ ആർ സെൽഫ് മോട്ടിവേറ്റഡ് ആൻഡ് ത്രൈവ് ഓൺ റെസ്പോൺസിബിലിറ്റി. മാനേജ്മെൻറ്റ് സ്റ്റൈൽ ആൻഡ് കൺട്രോൾ എക്സിലാണെങ്കിൽ സെൻട്രലൈസ്ഡ് ആണെന്ന് പറഞ്ഞു, അതോറിറ്റേറിയൻ സ്റ്റൈലാണ്. വൈയിലാണെങ്കിൽ എന്താണെന്നാണ് പറയുന്നത്, ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ എല്ലാ ലോവർ ലെവൽ എംപ്ലോയീസിനെയും ഉൾപ്പെടുത്തും. ഇനി തിയറി എക്സിലെ എംപ്ലോയീസ് ടെൻ ടു ഹാവ് സ്പെഷ്യലൈസ്ഡ് ആൻഡ് ഓഫൺ റിപ്പീറ്റേറ്റീവ് വർക്കാണ് വരുന്നത്. അതിൽ വൈയിലാണെങ്കിൽ ദ വർക്ക് ടെൻസ് ടു ബി ഓർഗനൈസ്ഡ് അറൗണ്ട് വൈഡർ ഏരിയാസ് ഓഫ് സ്കിൽ ഓർ നോളേജ്. റിവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയറി എക്സ് ഓർഗനൈസേഷൻ വർക്ക്സ് ഓൺ കാരറ്റ് ആൻഡ് സ്റ്റിക്ക് ബേസിസ്, അതായത് പെർഫോമൻസ് ഇസ് എ പാർട്ട് ഓഫ് ദി ഓവറോൾ മെക്കാനിസം ഓഫ് കൺട്രോൾ എന്നാണ് പറയുന്നത്. വൈ ഓർഗനൈസേഷൻ, തിയറി വൈയിൽ അവിടെ എങ്ങനെയാണ്, അപ്രീസിയേഷൻ ഇസ് ഓൾസോ റെഗുലർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ബട്ട് ഇസ് യൂഷ്വലി എ സെപ്പറേറ്റ് മെക്കാനിസം ഫ്രം ഓർഗനൈസേഷണൽ കൺട്രോൾസ്. അതായത് എംപ്ലോയീസിന് ഫ്രീക്വൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രൊമോഷൻ കൊടുക്കും, അതുമാതിരി ആക്സെപ്റ്റിംഗ് ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് ഐഡിയാസ് പ്രൊവൈഡഡ് ബൈ എംപ്ലോയീസ്. എംപ്ലോയീസ് ഉപദേശിച്ച് തരുന്ന നല്ല നല്ല ഇനിഷ്യേറ്റീവ്സൊക്കെ ഉൾക്കൊള്ളാൻ ശ്രമിക്കും തിയറി വൈ ഓർഗനൈസേഷൻ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ദ ചീഫ് മെറിറ്റ് ഓഫ് മെഗ്രഗേഴ്സ് കോൺട്രിബ്യൂഷൻ ഇസ് ദാറ്റ് ഇറ്റ് ഹെൽപ്ഡ് എന്താണ്, ക്രിസ്റ്റലൈസ് ആൻഡ് സെറ്റ് ദ റൈറ്റ് പെർസ്പെക്റ്റീവ് ടു ദ ഫൈൻഡിങ്സ് ഓഫ് എൽട്ടൺ മേയോസ് ഹോത്തോൺ സ്റ്റഡീസ് which had then puzzled management and productivity experts and set in motion a wave of research into the behavior of organizational men. But it can be said that to have been the starting point and mainspring that evoked wide and lasting interest in the area of motivation, leadership and techniques of understanding behavior of the human element of the enterprise. മനസ്സിലായല്ലോ. അപ്പോൾ ദീസ് തിയറീസ് ആർ വെരി ബേസിക് ഇൻ നേച്ചർ. ദേ പ്രൊവൈഡ് പ്ലാറ്റ്ഫോം ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് തിയറിസ്റ്റ് പ്രാക്ടീഷണേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ചേഞ്ചിങ് ഡൈനാമിക്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. So McGregor's XY theories remain guiding principles to management to evolve processes which help in organizational development എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ തിയറി എക്സ് ആൻഡ് വൈ. താങ്ക് യു.